തിരുവനന്തപുരത്തിന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് കൂടി ലഭിക്കുന്നു. കാര്യം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ആശ്വാസമായിരിക്കും രോഗികൾക്ക്. അത് ഉറപ്പ് വരുത്തിക്കൊണ്ട് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു. SK, അതും മുൻ UDF സർക്കാരിൻ്റെ കാലത്തെ ഒരു പ്രഖ്യാപനമാണ്. അത് പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ ബജറ്റിലൂടെ ചെയ്തിരിക്കുന്നത്. 2011-16 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ് തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റൽ ആസ്ഥാനമാക്കിയ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാര്യത്തിൽ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ പിന്നീട് വന്ന സർക്കാർ, LDF സർക്കാർ, ആ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തും ഹരിപ്പാടും ഓരോ പുതിയ മെഡിക്കൽ കോളേജുകളാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ പ്രകടന പത്രികയിൽ UDFിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് KM മുരളീധരൻ്റെ മണ്ഡലത്തിൽപ്പെട്ട പ്രദേശത്താണ് ഈ മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നത്. അദ്ദേഹം കൂടി പ്രഖ്യാപിച്ചതാണ് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ്. VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച ആ പദ്ധതി വീണ്ടും ഈ ബജറ്റിൽ ആവർത്തിക്കുമ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF തയ്യാറാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച കോന്നി, ഒപ്പം തന്നെ മഞ്ചേരി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി ഇനിയും ആശാവഹമായ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. കോന്നി മെഡിക്കൽ കോളേജിലൊക്കെ ആവശ്യത്തിന് സൗകര്യങ്ങളും യന്ത്രങ്ങളും മറ്റ് ഉപകരണങ്ങളുമൊന്നുമില്ല, സ്റ്റാഫ് പാറ്റേൺ ഇല്ല തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിന് കൂടി പ്രാധാന്യം നൽകുകയാണ് ഇനി വേണ്ടത്. അതിനൊപ്പം പുതിയ പ്രഖ്യാപനങ്ങളല്ല എന്ന തരത്തിലുള്ള ചർച്ച നേരത്തെ ആരോഗ്യ പ്രവർത്തകരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ ക്യാമ്പ് റാഗിംഗ് തടയാനൊരു ഒരു പദ്ധതി, വിദ്യാർത്ഥികളെ ക്ഷേമം ഉറപ്പുവരുത്താനും ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട്, അതിൽ അതെ, അതാണ് സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് എന്നാണ് ആക്ടിന്റെയും ആപ്പിന്റെയും പേര്. അപ്പോൾ അതിലൊക്കെ നേരത്തെ സീത്ത് പറഞ്ഞ പോലെ വളരെ സട്ടിലായ ചില രാഷ്ട്രീയ കൗശലമൊക്കെ ഉണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴെല്ലാം ചില രാഷ്ട്രീയം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേ അല്ലേ? തീർച്ചയായിട്ടും പറയൂ ശ്രീജിത്ത്. SK, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും വളരെ സൂക്ഷ്മതല സ്പർശിയാണ് ഈ ബജറ്റ്. വളരെ സട്ടിലായ രീതിയിൽ പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആപ്പും അതുമായി ബന്ധപ്പെട്ട നടപടികളും. ഇരുന്ന കാലത്ത് ഏറ്റവും ശക്തമായി ഉന്നയിച്ച വിഷയങ്ങളെ സ്പർശിക്കാൻ ആദ്യ ബജറ്റ് തന്നെ തയ്യാറായിരിക്കുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളുള്ള ഒരു സൂക്ഷ്മമായ ഇടപെടൽ വഴി അവരുടെ UDFിൻ്റെ രാഷ്ട്രീയം വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്നു. ആ UDF വളരെ കടുത്ത പോരാട്ടത്തിലൂടെ ജയിച്ചു വന്ന മണ്ഡലങ്ങളിലുള്ള കരുതൽ, അതൊക്കെ ഈ ബജറ്റിന്റെ സവിശേഷതയായി നമുക്ക് എടുത്തു കാണിക്കാവുന്നതാണ്. അതേസമയം ഉണ്ടായിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ, ഈ പറഞ്ഞ ബസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. അംഗനവാടി അവർക്ക് യഥാർത്ഥത്തിൽ അതൊക്കെ തുച്ഛമായ വർധന മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. അംഗനവാടി അധ്യാപകരുടെയും ഈ പറഞ്ഞ ആശമാരുടെയൊക്കെ യഥാർത്ഥത്തിൽ അവർ ആവശ്യപ്പെട്ട അത്രയൊന്നുമില്ല. അവർക്ക് വർധനവില്ല, ക്ഷേമ പെൻഷൻ വർധനവില്ല. അങ്ങനെ ഒരു വർധനവില്ലാത്ത ബജറ്റ് കൂടിയാണ് ശ്രീജിത്ത്, അല്ലേ? തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി, അതായത് 25 ലക്ഷം രൂപ പ്രീമിയം വരുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കേവലം 60 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രീമിയമൊക്കെ കണക്കാക്കുമ്പോൾ പോലും ഏതാണ്ട് 7,500 കോടിയോളം മതിപ്പ് ചെലവ് വരുന്നൊരു പദ്ധതിയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. എന്നാൽ കേവലം 60 കോടി രൂപ മാത്രമേ അതിന് നീക്കിവെച്ചിട്ടുള്ളൂ. അത് തീർത്തും അപര്യാപ്തമായ തുകയാണ്. എന്നാൽ വേണമെങ്കിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് ഈ 60 കോടി എന്ന് ന്യായീകരിക്കാം. എങ്കിൽ പോലും ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്ന തുക വളരെ കുറവാണ് എന്ന കാര്യം പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന തീരുമാനത്തേക്ക് കടന്നിട്ടില്ല, മറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കും വന്നിട്ടില്ല. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അല്ല ശ്രീജിത്ത്, ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിന്റെ കാര്യവും യുവാക്കളുടെ എണ്ണം കുറയുന്നതിന്റെ കാര്യവും വയോജനങ്ങളുടെ എണ്ണം കൂടുന്നതിന്റെ കാര്യവും യുവാക്കൾക്ക് അതുകൊണ്ട് തന്നെ തൊഴിലവസരം നൽകേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ആമുഖ ഭാഗത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തൊഴിലവസര സൃഷ്ടിക്കാനുള്ള എന്തെങ്കിലും കാതലായ പ്രഖ്യാപനങ്ങൾ അതിൽ കണ്ടോ ശ്രീജിത്ത് ഒറ്റ നോട്ടത്തിൽ? തുറമുഖ വികസനം, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റൽ, അതോടൊപ്പം തന്നെ മാരിടൈം തുടങ്ങിയ മേഖലകളിലൊക്കെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കൂടി ഉപയോഗപ്പെടുന്ന പദ്ധതിയാണ്. വിഴിഞ്ഞത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ തൊഴിൽ പ്രദാനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികളാണ്. മാത്രമല്ല ആഗോള തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനും അതിനെപ്പറ്റി അവബോധമുണ്ടാക്കാനും ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നൊരു സംവിധാനം രൂപീകരിക്കുന്ന പ്രഖ്യാപനവും ഈ ബജറ്റിലുണ്ട്. ക്രിയാത്മകമായി ഏതെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയല്ല, മറിച്ച് തൊഴിലവസരങ്ങളെക്കുറിച്ച് യുവാക്കൾക്ക് അവബോധം നൽകുന്നതിനുള്ള ഇടപെടലുകളാണ് ഈ ബജറ്റിലൂടെ മറ്റൊരു കാര്യം. അതാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന പദ്ധതിയുടെ ഉള്ളടക്കം. യഥാർത്ഥത്തിൽ പാരിയത്തുകാവിലെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
തലമുറ അവിടെ കിടക്കുകയും അവർക്ക് പക്ഷേ ഒരു തുണ്ട് ഭൂമി ഇല്ല എന്നുള്ള പ്രശ്നമായിരുന്നല്ലോ. അങ്ങനെ പരിത്താവിലെ ആൾക്കാർ മാത്രമല്ല, എത്രയോ ആൾക്കാരുണ്ടാവും. അവർ അതുമായി നേർക്കുന്ന ബന്ധമുള്ള അല്ലെങ്കിൽ കൂടി മെസ്കയൻ ഈ ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കുമെന്ന് പറയുന്നു. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യുമെന്ന് പറയുന്നു. അതും ഒരു പ്രധാനപ്പെട്ട നയത്തിന്റെ സൂചനയല്ലേ ശ്രീജിത്ത്? ഹാഷ്മി, നമ്മളത് വിട്ടുപോയതാണ്. ഈ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്ന് ഭൂനിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ നിർണായകമായ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വിപ്ലവകരമായ തീരുമാനമായിരുന്നു 1957 സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബന്ധ നിയമം അഥവാ ഭൂപരിഷ്കരണം എന്ന് നമ്മൾ വിളിക്കുന്ന നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാണ്യവിളകൾക്ക് ഉള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭൂമി കൈവശം വെക്കാനും മറ്റു ഭൂമികളുടെ കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി 15 ഏക്കറായി സീൽ ചെയ്തിരിക്കുന്നതും. അത്തരം കാര്യങ്ങൾ മാറ്റം വരുമോ? പ്രത്യേകിച്ചും നാണ്യവിളയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ നിശ്ചിത ശതമാനം ഉപയോഗിക്കാനുള്ള തീരുമാനം KM മാണി ധനമന്ത്രിയായിരുന്ന കാലത്ത് ബജറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാം ടൂറിസം കൂടി ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ വരുന്ന ഭേദഗതികൾ, മാറ്റങ്ങൾ, അതൊക്കെ ഈ നാണ്യവിള കൃഷി ചെയ്യുന്ന ഭൂമികൾ, തോട്ടങ്ങളുടെ ഈ സീലിംഗ് എടുത്തു കളയുന്നതിനുള്ള നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള നിർണായകമായ ഒരു പ്രഖ്യാപനവും ഈ ബജറ്റിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.